ദേശീയപാതയിലെ തകർച്ചയിൽ കേരളത്തിലാകെ സുരക്ഷാ പരിശോധനയ്ക്കൊരുങ്ങി NHAI. മുഴുവൻ റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തും. ദേശീയപാത നിർമ്മാണ മേഖലയിലെ മണ്ണ് ഏജൻസികൾ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാനായി AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, കൊല്ലം കൊട്ടിയത്തും മലപ്പുറം കൂടിയാലും ദേശീയപാതയിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് അന്ന് വലിയ അപകടമില്ലാതായത്. അത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ദേശീയപാതയിലെ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അപാകതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് താനും. ഈ സാഹചര്യത്തിലാണോ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്? എന്ന് ആരംഭിക്കും പരിശോധന? എന്ന് പൂർത്തിയാക്കും? ഹിമായി, കൊട്ടിയത്തെ അപകടത്തിന് പിന്നാലെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും മണ്ണ്, അതിന്റെ ഒരു വെള്ളം പിടിച്ചു നിർത്തുന്ന തരത്തിലേക്കുള്ള മണ്ണിന്റെ അളവ് 15% കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിബന്ധന. പക്ഷെ പലയിടങ്ങളിലും അത്തരത്തിൽ പാലിക്കപ്പെട്ടില്ല. ഈ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന മണ്ണിന് ഒരു പരിധിയുണ്ട്. അത്തരത്തിൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നിർബന്ധമായും വേണമെന്നൊരു ശുപാർശയും നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 378 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുക. ആദ്യഘട്ടത്തിൽ ഏതായാലും 100 സ്പോട്ടുകളിലാണ് പരിശോധന നടത്തുന്നത്. 3 മാസത്തിനകം കൊണ്ട് തന്നെ പരിശോധന പൂർത്തിയാക്കണം. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ പ്രാഥമിക നടപടികൾ ഏതായാലും തുടങ്ങും. ഡിസൈനുകൾ പുനഃപരിശോധിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കൊട്ടിയത്ത് കണ്ടതുപോലെ 2 സുരക്ഷാ ഭിത്തികൾക്കുള്ളിൽ മണ്ണ് നിറച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചതുപ്പ് സ്ഥലങ്ങളിലും വെള്ളമൊഴുക്കുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ കാണാൻ സാധിച്ചത്. അത് പലതരത്തിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം പലപ്പോഴും വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് 2 സുരക്ഷാ ഭിത്തികൾക്കുള്ളിൽ മണ്ണ് ഇട്ടുകൊണ്ടുള്ള ഒരു നിർമ്മാണം വന്നു കഴിഞ്ഞാൽ അത് റോഡിനെ ഇരുത്തും. അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ പുനഃപരിശോധിക്കും. ഇനി ഏതായാലും അത് പലയിടത്തും അത് പൊളിച്ചു പണിയുകയൊന്നും തന്നെ സാധ്യമല്ല എങ്കിൽ പോലും ഓരോ സ്ഥലങ്ങളിലും സുരക്ഷാ ഓഡിറ്റ് നിർബന്ധമായും നടത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഏക പോംവഴി എന്നുള്ളത് ദേശീയപാത അതോറിറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ ഓഡിറ്റിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ചും മണ്ണ് പരിശോധന പലയിടത്തും നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കൊട്ടിയത്ത് നടന്ന അപകടത്തിൽ അവിടെ ചുമതലയുണ്ടായിരുന്ന കമ്പനി ശിവാലയ ഏജൻസീസ് ആണ്. ആ സ്ഥാപനത്തെ ഏതായാലും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല തരത്തിലുള്ള അപാകതകളും കണ്ടെത്തിയിട്ടുണ്ട്.